കുഞ്ഞപ്പോ ഇവിടെ വന്നിരിക്കുക തീരെ സുഖല്ലേ? ഞാൻ നേരത്തെ ചോദിച്ച വെല്ലുള്ളി ഇവിടെ കിട്ടുമോ? അന്നെ ഞാൻ മൊബൈലും ടിവിയിലും ഒക്കെ കണ്ടുകൊള്ളു. ഞാനൊരു ഇന്റർവ്യൂ എടുക്കാൻ വന്നത്. അത് നന്നായി. ഇഞ്ചുമാണൊന്ന് ഫേമസ് ആകുക. എന്നോട് പറഞ്ഞു ഇന്റർവ്യൂ എടുക്കാനെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ആ ഉപ്പാനെ പരിചയപ്പെടുത്തി തരാം, എന്നിട്ട് ഉപ്പാനെ സോപ്പിട്ട് കയ്യിലാക്കണം. ഞാൻ അതല്ല അതന്നെയാണ്. അല്ലെങ്കിൽ ഓളങ്ങനെ എന്റെ പരിക്കും എന്റെ വാനിഷ് മോഡ് ആയതുകൊണ്ട് മെസ്സേജ് ഒക്കെ ഓപ്പൺ ചെയ്താൽ പോവും. ഞാൻ എങ്ങനെ കാണിക്കാനോ? പെരി കിടക്കുന്ന പെൺകുട്ടികളെ മറ്റേ മോടുക്കിട്. യാരത് കൊമ്പങ്കാട് കോയ വാതിലോർക്കെ. പിന്നക്ക് വെള്ളിയാഴ്ച അതന്നെ പറഞ്ഞ ജുമാക്കോ ആ നേരായി വാതിലോർക്കേന്ന്. ഉന്നെ കൊണ്ണ് ഒരത്തത്ത് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ അമ്മ കുറ്റിപ്പുള്ള സൈനബ വിചാരിച്ച് നടന്നിട്ടില്ല. എന്നിട്ടാ പിന്നെ വാട്ട് അബൌട്ട് ഡു യു? ക്വാർട്ടർ മതി. നിങ്ങളുടെ ഈ ഓട്ടോ വീണ ചെരുപ്പൊന്നും പ്രൊമോട്ട് ചെയ്യോ? റിമോട്ട് ചെയ്ത് കൊടുക്കേ. റിമോട്ട് അല്ല, പ്രൊമോട്ട്. ഒറിജിനൽ വേഷത്തിലേക്ക് പോയിട്ട് വന്നാലോ? തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ. ഇത് ആരാ? ആരാത്? പ്രമോഷൻ ഞങ്ങൾ കട ചെറുതായിട്ട് കാണിച്ചാൽ മതി. അടി ഉണ്ടായിക്കോട്ടെ. ഇവനെ തല്ലുന്ന രംഗം ഉണ്ടായിക്കോട്ടെ. അത് മസ്റ്റ് ആണ്. ആൾക്കാർക്ക് ഇഷ്ടം. അത് മസ്റ്റ് ആണ്. ഇവിടെ പോകുന്ന ആൾക്കാരൊക്കെ കൊമ്പങ്കാട് കോയെന്ന് വിളിച്ചു ഉറക്കനെ. ഞാൻ ഇവനെ തല്ലുണ്ടെന്നുള്ളൂ. സംഭവം നമ്മൾ കരള. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പ്രമോഷൻസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കുറേ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യും, കുറേ സ്ഥലങ്ങൾ പ്രൊമോട്ട് ചെയ്യും. പക്ഷേ പ്രമോഷൻ്റെ തന്നെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് ഫുൾ കോമഡി ആക്കി വന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ അറിയുന്നത് കുറച്ചുകൂടി ഇത് പ്രൊമോഷൻ ആയിരുന്നത്. അങ്ങനെ അത്രയും വെറൈറ്റി ആയിട്ട് നമുക്കിങ്ങനെ പ്രൊമോഷൻസും പിന്നെ അതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ തന്ന് കൊമ്പൻകാട് കോയയും അദ്ദേഹത്തിന്റെ സ്വന്തം കുഞ്ഞാപ്പു മകനുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹലോ, സ്വാഗതം. പക്ഷെ ഉപ്പെന്തേ? വെല്ലുള്ളി ഇട്ടു ഇവിടെ. വെല്ലുള്ളി ഒന്നും കിട്ടില്ല. ഉപ്പെന്തേ? പച്ചവിടെ എന്താ ഒറ്റക്ക് വന്നെന്തോ? പിന്നെ ഒറ്റക്കോ വെറുതെ വന്ന ആണെന്ത് പേടിച്ചിരിക്കണേ? ഒന്നുമില്ല. ധൈര്യം ഉണ്ടല്ലോ. ഇല്ല, അത് പോയിന് അവിടുന്ന് തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ. തന്നെ കുഞ്ഞാപ്പന് ഭയങ്കര ഇഷ്ടാ. നല്ല ക്യൂട്ടാ. മേക്കപ്പ് ഒക്കെ ആരാ ചെയ്തത്? കുഞ്ഞാപ്പ തന്നെ. മേക്കപ്പ് ഒക്കെ അറിയാം. പിന്നെന്തോ ഓടി കിതച്ചൊക്കെ വന്നിരിക്കുന്നെന്താ? അത് പിന്നെ മനസ്സിലാവുള്ളൂ. പിന്നെന്തായിരുന്നു വിശേഷം? സുഖമായിട്ടൊക്കെ പോകുന്നു. സുഖമായിട്ട് പോകുന്നു. ഇന്നപ്പോ പ്രമോഷന്റെ ഷൂട്ടൊന്നും ഇല്ല? ഇന്നില്ല. ഇല്ല. കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടോ വീഡിയോസ് ഒക്കെ ചെയ്ത്? നല്ലോണ്ട്. പുറത്തിറങ്ങുമ്പോ സെൽഫി ഒക്കെ എടുക്കാറുണ്ട്. ഒരു മറ്റേ ചോദിച്ചേന് എന്നോട്, എന്ത് മോനെ നല്ലോണം തല്ലുണ്ടില്ലേ, കുറച്ചൊന്ന് മാറി നോണ്ടിട്ടോന്ന്. തല്ലാറുണ്ടോ? പച്ചി. ആണോ? എന്തിനാ തല്ലുന്നേ? കുരുത്തക്കേടേ. കയ്യിലിരിപ്പുണ്ടല്ലേ? അല്ല, നേരം വെളുത്താ തുടങ്ങും അടി. ആണോ? ഇപ്പൊ ഭയങ്കര ദുഷ്ടനാണോ? ദുഷ്ടനൊന്നല്ല, പച്ചപ്പാവാ. പക്ഷെ ചില നേരത്ത് ഉള്ളി വാങ്ങാൻ പറഞ്ഞയച്ചിട്ട് കാണൂലെന്ന് വെച്ചാൽ എന്താന്നില്ലേ? പാട്ടച്ച റബ്ബെ, എവിടെ ഇരിക്കുക? കുഞ്ഞപ്പോ വരിപ്പാ. ഉള്ളി വാങ്ങാൻ പറഞ്ഞയച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. തീരെ സുഖല്ലേ? ഞാൻ നേരത്തെ ചോദിച്ച വെല്ലുള്ളി ഇവിടെ കിട്ടുമോ? ആരത്? അന്നെ ഞാൻ മൊബൈലും ടിവിയിലും ഒക്കെ കണ്ടുകൊള്ളു. ഞാനൊരു ഇന്റർവ്യൂ എടുക്കാൻ വന്നത്. അത് നന്നായി. ഇഞ്ചുമാണൊന്ന് ഫേമസ് ആകുക. അവിടെ ഇരിക്കേ. എന്താ പറയണ്ടേ? ഒന്നും വൈറലാകണ ആകെ. എന്നടിക്കോ? ഇല്ല നിങ്ങൾ അടിക്കൂല. ഇന്റർവ്യൂ ഒക്കെ നടന്നോട്ടെ. എന്റെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തോലൊക്കെ നല്ല വൈറലായിട്ട് പോകുന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പൊ ഇതൊന്നും അറിയാതെ ഇതിന് മുന്നിൽ കുത്തക്കണ്ട്. എന്നോട് വന്നിട്ട് വെല്ലുള്ളി ചുവന്നുള്ളി ഒക്കെ ചോദിക്കണ്ടായിരുന്നു. അത് പറഞ്ഞത് അതൊന്നും ഇനി സാരല്ല. നല്ല കുട്ടിയാണ്. നല്ലൊരാളെ മുന്നിൽ വന്ന് പെട്ടല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്, അൽഹംദുലില്ലാ. അങ്ങനെ പോണു. ഇപ്പൊ വെല്ലുള്ളി വാങ്ങിച്ചിട്ട് എന്താ ബിരിയാണി ഉണ്ടാക്കണ്ടോ? അല്ല, ബിരിയാണി ഉണ്ടാക്കാനൊന്നുമില്ലായിരുന്നു.
അത് അങ്ങനെ വല്ലാതെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കൂല. എന്തേലൊക്കെ തക്കാളി ഉള്ളിയും വെട്ടിയിട്ടിക്കാണ്ട് ഒരു ചെറിയ കറി അത്രേ ഉണ്ടാക്കുള്ളൂ. കൊസിയായിട്ട് ഇവിടെ ഉണ്ടാക്കലില്ല. ഇല്ല. എന്തിനാ ഇവന് ഇങ്ങനെ അടിക്കുന്നേ എപ്പോഴും? കുരുത്തക്കേട് വേറൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ കുരുത്തക്കേട് ഉണ്ടാവുന്ന. എന്നോട് പറയാ ഉപ്പാന കൊട്ടേഷൻ കൊടുത്ത് അടിക്കണം. ഉപ്പാന്റെ അടി കൊണ്ടുകൊണ്ട് എനിക്ക് മടുത്തു ജീവിതം എന്നൊക്കെ. എന്തിനാ? ഇല്ല നോക്കണ്ടേ? ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നോട് ചോദിക്കാ കൊച്ചിയിൽ കൊട്ടേഷൻ ഉണ്ടോന്ന്. പാർച്ചോനെ അത് കൊച്ചിയിൽ കൊട്ടേഷൻ അല്ല പറഞ്ഞേ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതേ കാര്യം നിങ്ങൾ കേട്ടോടുത്ത് വയസ്സായി കാര്യം. അല്ലല്ല എന്നാ ചോദിച്ചോടി പെട്ടെന്ന് വൈറലാവണം. അങ്ങനത്തെ ആൾക്കാർ കൊടുക്കേ. ഓൾറെഡി നിങ്ങൾ വൈറലാണല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ അവിടെ നിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നത്. അതാണല്ലേ. അതാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. സംഭവം എന്ന് അറിയണില്ലേ? പോയാക്കാ കുഞ്ഞാപ്പൂ അതെ അതെ. വേറെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വേറെ വീട്ടിലില്ല, ഞങ്ങളുടെ പേരിൽ ആരൊക്കെ ഉണ്ട്? അതെ നമ്മളെ പേരിൽ 1 2 3 ഇവന് ഞാനും മാത്രം മതി വീട്ടിൽ. വേറെ ആരും വേണ്ട. എല്ലാത്തിനും അടിച്ച് ഒഴിവാക്കിയതാണോ? അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് കടന്ന് കളിക്കുന്നുണ്ട്. സൈന അതാരാ? അതാണ് ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളുണ്ടായിരുന്നു. ആരാ സൈന? അതേതോ ലൈന. ആരുടെ? ഉപ്പയുടെ അല്ല. ഉപ്പൊക്കെ ഈ പ്രായത്തിൽ പ്രേമുണ്ടോ? ഈ ഒപ്പരച്ച് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് ഉപ്പ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇപ്പൊ കൊറേ ഫാൻസ് ഒക്കെ ആയി. അപ്പൊ ഉപ്പ കുറച്ച് ജാടയായിന്നൊക്കെ കേൾക്കുന്നുണ്ട്. ജാട എന്താന്ന് എനിക്ക് അറിയുന്നില്ല. അറിയില്ല. നിങ്ങള് ജാട അറിയില്ല? ഏതാ ഇതിന്നെ തല്ലൂലേ? അപ്പൊ ഞാൻ ചെരിഞ്ഞിങ്ങനെ പോണില്ലേ, അതിനാണ് ജാട. ഇത് ആരെയും മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ആണോ? മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര വയസ്സുണ്ട്? 24 വയസ്സിൽ ഇത്ര ക്യൂട്ടായിട്ട് ഒരുങ്ങി നടക്കുന്നു. ഉപ്പ പറഞ്ഞിട്ടാ? അല്ലല്ല, അത് നമ്മൾ ഈ പ്രൊമോഷൻ വീഡിയോക്ക് വേണ്ടിട്ടേ മേക്കപ്പ് ചെയ്യണാണ്. ആണോ? കല്യാണ പ്രായമായില്ലേ? കല്യാണം നോക്കല്ലേ? ഏയ് അതിനൊന്നും ആയിട്ടില്ല. നിനക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലേ? ആകെ മൊത്തം ടോട്ടൽ ഒന്നും ഉണ്ടാക്കട്ടെ. ആദ്യം ഈ കോലം കണ്ടില്ലേ, അതിന് ശേഷം ഉണ്ടാക്കുള്ളൂ. ഞാൻ കെട്ടിയാ മാത്രല്ലേ അതിനും അടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അതൊന്നുമില്ല. കെട്ടിയ പെണ്ണിനെ അടിക്കോ? എങ്ങനെ പറയാൻ പറ്റൂലേ? ഞാൻ ഏതായാലും പെണ്ണുങ്ങളെ തല്ലിടിച്ചെടുക്കണം. ഇല്ല പിന്നത്താ അതാണ് കിട്ടണോണ്ടേ. പിന്നെ അവളുടെ മുമ്പിൽ ഒരു വില പോവല്ലേ. നിനക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടോളില്ലേ? അവര് മറ്റൊരു പ്രേമ ഒരു ലൈനൊക്കെ ഉണ്ടല്ലോ. അതിനുള്ള സമയം കിട്ടില്ല, നേരെ അടിയുള്ളല്ലേ ഈ ശരീരത്തില് പ്രേമോ? ഇല്ലപ്പച്ചേ. എന്നാ ഞാൻ ഒരു സത്യം പറയാം, എനിക്ക് ഇൻസ്റ്റയിൽ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. വെറുതെ എന്റെ വീട്ടിൽ എന്നോട് എന്താ പറഞ്ഞറിയോ? ഞാൻ പറയാൻ പോവാം. എന്നോട് പറഞ്ഞു ഇന്റർവ്യൂ എടുക്കാനെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ആ ഉപ്പാനെ പരിചയപ്പെടുത്തി തരാം, എന്നിട്ട് ഉപ്പാനെ സോപ്പിട്ട് കയ്യിലാക്കണം എന്ന്. അതല്ല ഇപ്പച്ചേ, ഞാൻ അതല്ല ഇപ്പച്ചേ കണ്ടില്ലേ, അടി വെറുതെ അല്ല കിട്ടണെന്നുള്ള മനസ്സിലായില്ലേ? കൊളാബും കൂടി ആക്കട്ടെ. എന്നോട് കൊളാബ് കണ്ടോ? കൊളാബ് പറഞ്ഞു. ഒരുമിച്ച് കൊളാബ് ഇടാം, സ്റ്റോറിയിൽ മെൻഷൻ ചെയ്താല് നീ റീമെൻഷൻ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. തമ്പുരാനെ, നിങ്ങൾ ഒരു മിനിറ്റ് അടങ്ങി. ഉപ്പ അതല്ല, വാനിഷ് മോഡിൽ ഇട്ടാൻ എന്നോട് മെസ്സേജ് അയക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ വാനിഷ് മോഡ് എന്ന് പറഞ്ഞാല് തേങ്ങയുടെ മൂടാണ് സത്യം. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉപ്പ എന്റെ വാനിഷ് മോഡ് ആയതുകൊണ്ട് മെസ്സേജ് ഒക്കെ ഓപ്പൺ ചെയ്താ പോവും. ഞാൻ എങ്ങനെ കാണിക്കാനോ? പെരി കിടക്കുന്ന പെൺകുട്ടികളെ മറ്റേ മോഡ്ക്കിട് പിന്നെ തീരെ സുഖല്ലേ ഇതൊക്കെ. ഞാൻ സോറി കേട്ടോ, ഞാൻ ഈ ആൾക്കാരെ അടിയിൽ ഇങ്ങനെ തല്ലാൻ പാടില്ല. മൈക്കൊക്കെ ഓണാണ് നേരത്തെ. ഈ അടിച്ചതൊക്കെ കട്ട് ചെയ്താളി, ഇനി നോക്കണ്ട. ഇനി നമ്മൾ കോലം പോലത്തെ ചോദ്യം ചോദിച്ചാണ്. എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യട്ടെ. അതൊക്കെ എപ്പോഴും ബ്ലോക്ക് ചെയ്യണം. ഇന്ന് നമ്മളൊരു ബന്ധമില്ല, ഇനി എനിക്ക് മെസ്സേജ് അയക്കരുത്. ഹലോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇതിന്റെ കോല കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മെസ്സേജ് തിരിച്ചയക്കാൻ തോന്നി? എനിക്ക് പാവം തോന്നിട്ടാ, ആരും മെസ്സേജ് അയക്കൂലെന്ന് എനിക്ക് സഹതാപം തോന്നി ഞാൻ അയച്ചതാ. കരയുമായിരുന്നു എന്റെ ഇൻബോക്സില്. അടിച്ചോണ്ടാ ഞാൻ കരഞ്ഞു. കൊച്ചിന്ന് ആൾക്കാർ ഇവിടെ ഏറ്റവും വരണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവില്ല പ്രൊഫൈൽ മേല്. വേറെ ആരെങ്കിലും ഫോട്ടോ അല്ല അന്റെ കണ്ണെന്താ പൊട്ടിക്കണോ? നിങ്ങൾക്ക് കണ്ടൂടെ ഇതിന് ഇങ്ങനെയുള്ളത്? എന്നിട്ട് അത് കണ്ടിട്ട് അതിൽ അടിച്ചോണ്ട് നടക്കുന്നുണ്ട്. അല്ലപ്പ അതാ ഞാൻ ചോദിച്ചേ, ഇതെന്താ മുടിയൊക്കെ കെട്ടി നടക്കുന്നേന്ന്. എനിക്ക് വേറെ ഫോട്ടോ അയച്ചു തന്നെ. കണ്ടോ, വേറെ അന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത ഒരു മണ്ണ് അവിടുന്ന് കൊച്ചിന്ന് നല്ല ഇവിടുന്ന് അടുത്തുനിന്ന് തന്നെ വരൂല. ഞാനോ? ഞാൻ കൂടി പറയല്ലേ.
ചെപ്പച്ചൊക്കെ ബടായി. മോറൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ടാ ഇവര് വന്നപ്പോ മേക്കപ്പ് ഇട്ട ചെലജ് സംഭവം നിങ്ങൾ ഉപ്പയും മോനൊക്കെ അടിയിടിയും പിടിയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഇപ്പം മണിച്ചിത്രത്താഴിന്റെയും പിന്നെ വീഗാലാൻഡിൽ പോയെടുത്ത വീഗാലാൻഡ് അല്ലല്ലോ എന്താ അതിന്റെ പേര് ഫ്ലോറലാൻഡോ അവിടത്തേക്ക് പോയെടുത്ത വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മണിച്ചിത്രത്താഴിന്റെ ഒരു സാധനം ചെയ്തില്ലേ നിങ്ങൾ രണ്ടുപേരും, അതെനിക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം. ലാസ്റ്റ് വീഡിയോ ഒരാഗ്രഹം. എന്തായാലും ഞാൻ കൊച്ചിന്ന് വന്നല്ലേ. ആണോ യാരത് കൊമ്പങ്കാട് കോയ വാതിലോർക്കേ ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ ജുമാക്കു ആ നേരായി വാതിലോർക്കേന്ന് ഉണ്ണ കൊണ്ണ് ഒരത്തത്ത് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ അമ്മ കുറ്റിപ്പോലും സൈനബ വിചാരിച്ച് നടന്നിട്ടില്ല. എന്നിട്ടാ പിന്നെ എനിക്ക് പോണം, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. പോരെ സൂപ്പറായിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഇങ്ങനെ കൊറേ വീഡിയോസ് എടുത്ത് എല്ലാ വീഡിയോസിനും മില്യൺസ് വ്യൂസ് ഒക്കെ അല്ലേ? അപ്പൊ നിങ്ങക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ ഏതൊക്കെ വീഡിയോ ഏതൊക്കെ എങ്ങനെയൊക്കെ വൈറലായെന്ന്. എന്നാൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ഉപ്പാടെ മോനെ വൈറലായിട്ടുണ്ടാവില്ലേ, അത് ഏതാന്ന് ഓർമ്മ ഉണ്ടാവും? ബൈക്ക് തട്ടണത് മറ്റേ ഹോട്ടല് മസിനഗുടി വഴി അത് പറഞ്ഞു കോയക്ക നമുക്ക് മസനക്കൂടി പോയി ഊട്ടി കണ്ടു പോയല്ലോ. ചിലക്കാതെ അവിടൊക്കെ അണ്ണാക്ക് പോയി പള്ളിക്ക് എന്തെങ്കിലും ആക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. സൂപ്പർ. ഈ നിങ്ങൾ എങ്ങനെയാ ചിരിക്കാതെ ഇത്രയും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തേ? ഞങ്ങൾക്ക് അഭിനയത്തിനോടാണ് അത്രക്ക് ഇഷ്ടം, സ്നേഹം. നേരത്തെ പറഞ്ഞ പെണ്ണും പെടക്കോഴിയും ഒന്നുമില്ല. അതൊക്കെ നമ്മള് ഓരോ ക്യാരക്ടറായിട്ട് കൊണ്ടുവരാണ്. നമുക്ക് ഇതിനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇതിനാണ് നമ്മൾ സത്യത്തിൽ പ്രേമിക്കുന്നത്, അഭിനയത്തെ. ചില നേരത്ത് മൂപ്പര് സ്വന്തം മകനായിട്ട് കാണും, സ്വന്തം വാപ്പായിട്ട് കാണും, സ്വന്തം ജ്യേഷ്ഠനായിട്ട് കാണും, ചില നേരത്തെ ചെണ്ടായിട്ട് കാണും. മൃദംഗം സ്വാഭാവികം. ഈ ഒരു ഇങ്ങനെ ഉപ്പാടെ ക്യാരക്ടർ ചെയ്യാന്നും മോന്റെ ക്യാരക്ടർ ചെയ്യാന്നൊക്കെ ആദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു? അത് ഞങ്ങള് യൂട്യൂബുള്ള അന്ന് കിട്ടിയതാണ് ഇങ്ങനെ ഒരു വേഷം. അപ്പോ അന്ന് ഞാൻ ഫാറൂഖ് മുനീറൊക്കെ ഞങ്ങളെ ഒരുമിച്ചുള്ള ചെയ്തിരുന്നു. അപ്പൊ ആ ടൈമില് മുനീറിന്റെ വീഡിയോയിലാ തോന്നുന്നുണ്ട് ഫസ്റ്റ് ഒരു തന്തവേഷം കിട്ടിയത്. പിന്നെ അപ്പൊ നമുക്ക് ഈ ഒരു സാധനം കമന്റ് ഇങ്ങനെ വരൽ തുടങ്ങി, അല്ല തന്തവേഷം അടിപൊളി. അപ്പൊ പിന്നെ അവിടുന്ന് അങ്ങോട്ട് വെച്ച് പിടിച്ചു. എന്നാലും കൂടുതൽ ചെയ്യണത് തന്നെ ഇപ്പൊ ഫുൾ ടൈം തന്തവേഷം. കൊമ്പങ്കാട് കോയ അങ്ങനെ ഒരു മറ്റേ ഒരു ഇനീഷ്യലും കൂടെ ഉണ്ടാക്കിട്ടു. അങ്ങനെ തറവാട്ടേര് എല്ലാവർക്കും ഉണ്ടെങ്കിൽ വന്ന് അടി കഴിഞ്ഞു. അയ്യോ ശരിക്കല്ലേ? കൊമ്പങ്കാട് പറഞ്ഞത് തറവാട്ടേര് ഉണ്ടെന്നുണ്ടെങ്കിൽ പിസ്തം കോയായിട്ടല്ല നടക്കണത്, ഓട്ടച്ചെരുപ്പൊക്കെ ആയിട്ട് മണ്ട വന്ന് മൂളിച്ചു വരും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ ഈ കൊമ്പൻകാട് കോയ പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഞങ്ങളുടെ അവിടെ? അത് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇതുപോലത്തെ ഒരു പിസ്ക ഞങ്ങളവിടെ ഉണ്ട്, ഇതുപോലത്തെ ഒരു കാക്ക ഞങ്ങളവിടെ ഉണ്ട്, നിങ്ങൾ അതേ ക്യാരക്ടർ നിങ്ങൾ അതേമാതിരി നടക്കുന്ന ഒരാള് ഞങ്ങളവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ആരുടെങ്കിലും അടുത്ത് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ആക്കി? അല്ല, നമ്മളിപ്പോ ഒരു വയസ്സായ ഒരാള് പോകണ്ടേ നമുക്കൊന്ന് ശ്രദ്ധിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. നല്ലോണം ശ്രദ്ധിക്കും മൂപ്പരെ നടത്തം എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത്, എന്താ കാണുന്നത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാളെ കണ്ടിട്ട് ചെയ്തതല്ല. എന്റെ ക്യാരക്ടർ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് മുടിയൊക്കെ കെട്ടി എന്തും ചെയ്യും. അഭിനയത്തിനോ ഇവന് മകനാവും, പണിക്കാരനാവും, സുണകൻ ബേബിയാവും. ഇവന് കുടിയന്റെ റോളില്ലേ പക്കായിട്ട് ചെയ്യും. ആണോ? അപ്പൊ നമ്മളെ ബൈജു ഒക്കെ അല്ലേ, ബൈജു ഒക്കെ അതേപോലെ ചെയ്യും. കുടിയനാണ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അതും ഒന്ന് ലൈവായിട്ട് കാണാൻ ഒന്ന് കാണിച്ചു കൊടുത്താ പൊളിച്ചടക്കെ. ശരിക്കും കുടിക്കണോ? വേണ്ട പൊളിച്ചിട്ടുണ്ടെ പുറം ഞാൻ പൊളിച്ചു ഞാൻ. ഒന്നുമേ ഇല്ലേ ഇന്റർവ്യൂ നടക്കുന്നത്. இப்ப உட்கார முடியாது, வாரத்துல 2 தடவை உட்கார்ந்தாலே பெரிய பிரச்சனை. எப்படி இருக்கீங்க? நல்லா இருக்கே. என்னோட பேரு வந்து சுனகை, கோயாக்காவோட வேலைக்காரனா? ஒருவன் முதலாளி, உலகில் மற்றவர் தொழிலாளி. அப்படித்தானே? സൗഖ്യമാ இருக்கா? മലയാളത്തിൽ പറഞ്ഞോ? മലയാളക്ക് നന്നായിട്ട് അറിയാം. മലയാളം അറിയോ? പിന്നെന്താ, മൂപ്പരെ ആളോ കുടിയനാണ് ഞാൻ, അല്ലേ? സുണകൻ, നല്ല പേര്. താങ്ക് യു. എന്ത് ചെയ്യുന്നേ? ഞാനിപ്പോ 2 അടിച്ചിട്ട് വരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. നിക്കാൻ പറ്റിയിരിക്കണോ? ചെയർ വേണോ? ഇല്ല, ഇരുന്ന എല്ലാറാട്ടാ. ഇപ്പോഴാ ഞാൻ സ്റ്റഡി ആയി നിക്കണേ, കണ്ടോ? വീഴോ? ഇല്ല, അത് പേടിക്കണ്ട. ഇപ്പൊ അടി കൊണ്ടാ മാത്രം വീഴും.
എത്ര നാളായിട്ടുണ്ട് ആളുടെ കൂടെ? ഒരു 5 അടി ഡൈലിയാ. അതല്ല, എത്ര 5 വർഷമായിട്ട് 5 വർഷമായിട്ട് മൂപ്പരെ കൂടെ. ഓൾ ഇൻ ഓൾ ഓൾ ഓഫ് മൂപ്പരെ കുറിച്ച് എന്താ അഭിപ്രായം? നത്തിങ് ഇമ്പോസിബിൾ മാറ്റർ. അതെ, നല്ല മനുഷ്യനാണ്. കേടില്ലേ ഇപ്പൊ കേടില്ലേ? എന്താ പറഞ്ഞ നല്ല മനുഷ്യനാണ്. അല്ല, അതിന്റെ അർത്ഥത്തില്ല, പുറത്തു പറയാൻ പറ്റില്ല പഠിച്ചോന്. ഇംഗ്ലീഷ് അറിയാം ജിന്നെ നല്ലതേ പറയൂ. You discipline me, you not reachable, okay? ആണോ ആണോ What about do you? വേണ്ട അതൊന്നും വേണ്ട. I am fine, thanks. My do is the very impossible. അങ്ങനത്തെ ചറിയില് Okay. എല്ലാം എനിക്ക് കൂൾ വെള്ളം എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. Quarter മതി. ശരി, കുറച്ച് കോട്ടർ. പക്ഷെ ഇത്ര അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും സിനിമ ആയിരിക്കുമല്ലോ ആഗ്രഹം. തീർച്ചയായിട്ടും. അതെ. സിനിമയിൽ ചാൻസ് കിട്ടിയായിരുന്നോ? ഒരു വിളി വിളിക്കാൻ പോവാന്. വിളിക്കാൻ നിക്ക, വിളി വന്നിട്ടില്ല. വിളി വന്നിട്ടില്ല. വന്നാ പോവും. വന്നാ തീർച്ചയായിട്ടും പോവും. പക്ഷെ നിങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രൊമോഷൻ ആണ് ഒരു മെയിൻ ഹൈലൈറ്റ്. നമ്മൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയാണോ എന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇത്രയും പ്രൊമോഷൻസിൽ കില്ലാടികളായ വേറെ ആരും ഇനി കേരളത്തില് ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞോട് അടിച്ചാ അതാണ്. അപ്പൊ അങ്ങനെ തന്നെ പോണം. അതെ, ഇതുപോലെ തന്നെ പോണം. അപ്പൊ നിങ്ങക്ക് എന്തും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കോയാക്കയുടെ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ കോയാക്കയുടെ ചെരുപ്പാണ്, ഓട്ട വീണ ചെരുപ്പ്. അതെന്ത് ചെരുപ്പ്? അതൊന്ന് കാണിച്ചു തരുമോ? ചെരുപ്പ് കാണിച്ചു തരുമോ? ഇതാണ്ട് ഇതൊരു മുതലല്ലേ, ഇങ്ങനത്തെ എവിടെ കിട്ടണു? ഈ ഓട്ട വീണിട്ട് എന്താ അടക്കാത്തെ? ഇത് ഓട്ട അടച്ചാ കഴിഞ്ഞില്ലേ, പിന്നെ നമ്മൾ എന്താ ഉള്ളത്? പിസ്കം കോയാന്ന് പറഞ്ഞാൽ അതല്ലേ. പിഷ്കം കോയ 1 ലക്ഷം കൊടുത്താലും ആർക്കും കൊടുക്കൂലേ? ചോദിച്ചിട്ടുണ്ട് ആൾക്കാര്. ആൾക്കാർ ചോദിച്ചു ഓട്ടച്ചെരുപ്പ് എവിടെയാന്ന് ചോദിക്കാം. ഓൾക്ക് വാങ്ങാനല്ല, കാണാനാണ്. കാണാൻ വേറെ ചെരുപ്പൊന്നും ഇടൂല. ഇത് തന്നെ നമ്മളെ ചെരുപ്പ്. ഇപ്പൊ ഈ ചെരുപ്പ് നശിഞ്ഞു പോയ എന്ത് ചെയ്യും? കയ്യെ പിടിച്ചിങ്ങനെ ഇതെങ്ങനെ നശിക്കണോ? കയ്യിലല്ലേ. എന്നാലും കാലൊക്കെ ഇത്രയും നല്ല അടിപൊളി ഉടുപ്പും തൊപ്പിയും ഇത്ര സെറ്റപ്പ് ആയിട്ട് നടക്കുമ്പോ ചെരുപ്പ് മാത്രം ഓട്ട വീണ അത് മോശമല്ലേ? ഇനി ഓട്ട വികാക്കാനാണ് ചെരുപ്പ് കൈ പിടിക്കണത്. കാല് മുറിച്ച് കൈ പിടിച്ച് നടക്കൂലല്ലോ, അതേപോലെ ചെരുപ്പാണ്ട് ഇതാക്കിട്ട് നടക്കന്നെ. നിങ്ങൾ ഇത്രയും പ്രൊമോഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ? അപ്പൊ നിങ്ങളുടെ ആ പ്രൊമോഷന്റെ ആ ഒരു സ്കില്ല് നേരിട്ട് കാണാൻ ഒരാഗ്രഹം. നിങ്ങളുടെ ഈ ഓട്ട വീണ ചെരുപ്പൊന്നും പ്രൊമോട്ട് ചെയ്യോ? റിമോട്ട് ചെയ്ത് കൊടുക്കേ. റിമോട്ട് അല്ല, പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേ. എന്താ അങ്ങനെ പ്രൊമോട്ട് ആയി. പിടിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഒരു സലാം പറഞ്ഞു നോക്കിയാൽ കഴിഞ്ഞു. കൊടുക്കേ. നമ്മളിപ്പോ ഇത്രയും ഫേമസ് ആയ ഒരു ചെരുപ്പ് കേരളത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവില്ല. നല്ല ചൂടാണല്ലോ ഇപ്പൊ നമ്മളെ കാലത്ത്, നമ്മുടെ നാട്ടില് നല്ല ചൂടാണ്. അപ്പൊ നമ്മള് ഷൂവും ചെരുപ്പൊക്കെ ഇടുമ്പോ എന്താവും, കാലിന്റെ അടിയിൽ ഇങ്ങനെ വിങ്ങും. ചൂട് കൊണ്ട് ഒരു വേർപ്പ് ഇതൊക്കെ വരും. അപ്പൊ അങ്ങനെ വേർപ്പ് വരാതിരിക്കാന് നിങ്ങൾക്കൊരു അടിപൊളി ചെരുപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഓട്ടച്ചെരുപ്പുകൾ. കണ്ടോ? അതെ, കൊമ്പങ്കാട് കോയയുടെ വക ഓട്ടച്ചെരുപ്പുകൾ. അപ്പൊ എല്ലാ ഷോപ്പിലും ലഭ്യമാണ്. ഓട്ടച്ചെരുപ്പുകൾ വാങ്ങിക്കോളൂ. ഇതാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതുപോലെ കയ്യുമ്പോ പിടിച്ചെടുക്കാന്ന് മാത്രം, കാലിടാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് കോയക്കയും കുഞ്ഞാപ്പുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഇത്രയും ഞങ്ങൾ വന്നിട്ടും നിങ്ങളുടെ ആ ഒരു ശരിക്കുള്ള ഒരു ഹാൻസം ലുക്കിൽ നിങ്ങളെ കാണാൻ, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ആ ഇന്റർവ്യൂവിൽ നിങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേഷത്തിൽ കാണാൻ അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഒറിജിനൽ വേഷത്തിലേക്ക് പോയിട്ട് വന്നാലോ? തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ, ഇതാരാ? അതാണ് കൊമ്പങ്ങാട് കോയും കുഞ്ഞപ്പ എവിടെ ഗൈസ് കാണുന്നില്ല. ആരാ? ഫുൾ മാറ്റം. ഏതൊരു പോലീസുകാരനൊക്കെ വന്നിരിക്കുന്ന ഫീല്. സൂപ്പർ. പക്ഷെ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത് എന്തായിരുന്നു ആ മേക്കപ്പ്? ഇത് എങ്ങനെ ഇത്ര പെട്ടെന്ന്? ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ കൊടുത്തുള്ളൂ. അത് പൗഡറാണ്. പൗഡർ ഇട്ടിട്ട് നനച്ചിട്ട് അങ്ങനെ തേക്കണ. പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞങ്ങള് പറഞ്ഞു ജസ്റ്റ് നിങ്ങളുടെ റിയൽ കോസ്റ്റ്യൂമിൽ വായ ഒരു 10 മിനിറ്റ്. പക്ഷെ ഷഡ പടയുന്നായി. ഇപ്പൊ ഒരു പോലീസുകാരനെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ കോയക്കാനെയും കുഞ്ഞാപ്പൂനെയും ഒക്കെയാണ് അറിയുന്നത്. അപ്പൊ ശരിക്കും നിങ്ങളുടെ ഇനി റിയലിസ്റ്റിക് കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും എന്താ കോയക്കയുടെ റിയൽ നെയിം എന്താ? നെയിം ലാല. എല്ലാവർക്കും അറിയാം. കരീം എന്നാണ് പേര്, ലാല എന്നാണ് അറിയപ്പെടുക. ഇവിടെ എന്റെ പേര് നസീർ എന്നാണ്. ഷിക്കു എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ഷിക്കു. നമ്മുടെ ജാൻവി കപൂറിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഷിക്കു എന്നാണ്. നീയാണോ? കഴുത്തിൽ എഴുതി കിടക്കുന്നുണ്ട് ഷിക്കുന്ന്. ലോക്കറ്റ് ഉണ്ട്. അതൊക്കെ എന്നോടുള്ള ആരാധന മൂത്തിട്ടാണ്. കരീം
കരീം നസീർ. അതെ, യഥാർത്ഥ പേര് അതാണ്. ആ, ലാല ഷിക്കു എന്ന് പറഞ്ഞാലും അറിയാം. എന്താ ലാല എന്താ ചെല്ലപ്പേരാണോ? ലാല എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് കോൺട്രാക്ടറാണ്. ആ, അപ്പോൾ കോൺട്രാക്ട് വർക്ക് ആകുമ്പോൾ അതിലൊരു ബംഗാളി ഒരാളുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ ആ ബംഗാളി ചെക്കന് ഇട്ട പേരാണ് സത്യത്തിൽ ലാല. ഓ, ലാലാബായി എന്ന് വിളിച്ചിട്ട് പിന്നെ നാട്ടിലൊക്കെ അതായി. നാട്ടിലൊക്കെ പിന്നെ അങ്ങനെ ചെക്കന്മാരെല്ലാരും അടിയിൽ പിന്നെ ഫുള്ള് ലാലായി. പിന്നെ ടിക്ടോക്ക് തുടങ്ങി. അന്ന് ലാല കരീം നൽകാണ്ടാണ് പേജ് തുടങ്ങിയത്. ഓക്കെ. നസീർ എന്ന് പറയുമ്പോ നമ്മുടെ പണ്ട് പ്രേം നസീറിന്റെ ആളായിരുന്നു. അതാണ് ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ആ ഒരു നടന്റെ ഒരു ഫാൻ ആയിരുന്നു ഉപ്പാന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഇട്ട പേരാണ്. പക്ഷെ ആ പേര് പോലെ തന്നെ ആ കഴിവുകളും കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. നിങ്ങളുടെ സ്റ്റാർട്ടിങ് അപ്പൊ ടിക്ടോക്കിന്നായിരുന്നു? ആ, രണ്ടുപേരും മൂപ്പര്. നിങ്ങളുടെ ആ ഒരു കമ്പനി എങ്ങനെയാ? നിങ്ങൾ യൂട്യൂബ് കുറെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്യും. 15-20 മിനിറ്റിന്റെ ഒക്കെ ഷോർട്ട് ഫിലിം ചെയ്യും. അതിലാണ് ഈ കൊമ്പങ്ങാട് കോയ സുണകൻ എന്നുള്ള ക്യാരക്ടർ കയ്യിൽ വന്നതാണ്. അതൊന്നും കൂടുതൽ ആൾക്കാർ അന്ന് കണ്ടിരുന്നില്ലല്ലോ. ഇപ്പൊ അന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, ഇൻസ്റ്റഗ്രാമില് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വൈറലാവും, റീച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഒരു 1-2 വീഡിയോയില് നിക്ക്, നമ്മൾ സെറ്റ് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ 1-2 വീഡിയോയിൽ വന്ന് ഫസ്റ്റ് രണ്ടാമത്തെ വീഡിയോ മില്യൺ കയറി അല്ലേ. അന്ന് മുതലേ അറച്ചിൽ തുടങ്ങി. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തില്ലേ മാസനെ കൂടി വൈ ഊട്ടിക്കാണ് പോയത്, അവിടുന്നൊക്കെ തുടങ്ങിയതാണ്. അല്ല, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നപ്പോ ഏത് സിറ്റുവേഷൻ ആയിരുന്നു? അയൽവാസികളാണോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? അല്ല, ഇപ്പം ഇവിടെ ബാവ പറഞ്ഞ ഒരാളുണ്ട് മലപ്പുറം യൂട്യൂബർ ഉണ്ട്. അപ്പൊ അവന്റെ കൂടെ അഭിനയിക്കാൻ വരും. അവിടുന്ന് ഞാൻ ഞാനും ബാവനും ഫ്രണ്ട്സ്, അങ്ങനെയാണ് ബന്ധപ്പെട്ടത്. അങ്ങനെ നിങ്ങൾ ഇപ്പൊ എത്ര വർഷമായിട്ടുള്ള സൗഹൃദമാണ്? 4-5 വർഷമല്ലോ. 4-5 വർഷമായി ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇന്ന് മുതൽ ആദ്യമായിട്ട് ഒരു പ്രൊമോഷനിലേക്ക് നിങ്ങക്ക് വന്നതും? പ്രൊമോഷൻ തുടങ്ങിയിട്ട് ആകെ 2 മാസം 3 മാസമൊക്കെ ആയിരുന്നു. 3 മാസം കൊണ്ട് ഇത്ര വലിയൊരു പേരെ മാറ്റി? ഞാൻ തുടങ്ങിയിട്ട് കുറെ ആയിട്ടുണ്ട്. ഞാൻ ഫാറൂഖ് മുനീർ ഞങ്ങള് തുടങ്ങിയിട്ട് കുറെ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവനെ വെച്ച് തുടങ്ങിയിട്ട് ഒരു 3 മാസം ആയിട്ടുള്ളൂ. ഈ ഒരു പ്രൊമോഷൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഒക്കെ എവിടെന്നാ? അത് രണ്ടാളും കൂടെ ഇരുന്ന് ആലോചിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് ഷോപ്പിലുള്ള ആൾക്കാരോട് ആദ്യം പറയും, 1.5 മിനിറ്റാണ് റീൽസ് ഉണ്ടാവുക. അപ്പൊ ഷോപ്പിലുള്ള ആൾക്കാരോട് നമ്മൾ പറയും 1 മിനിറ്റ് എന്തായാലും നമ്മളെ കോമഡി കണ്ടന്റ് ആവും. നമ്മളെ ജനങ്ങള് പ്രേക്ഷകര് നമ്മളെ ഫോളോ ചെയ്തിരിക്കുന്നത് എന്തിനാ? കോമഡി കാണാൻ, നമ്മളെ തമാശ കാണാനാണ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു സാധനം നമ്മൾ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോലെ കബളിപ്പിക്കണ പോലെ ആയില്ലേ. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് 1/2 മിനിറ്റ് പരസ്യം 1 മിനിറ്റ് കോമഡി ആക്കി തീർക്കും. ആ കോമഡി തന്നെ അവരുടെ എന്ത് ഷോപ്പാണ് അതിന് അനുബന്ധിച്ചിട്ടുള്ള അങ്ങനെയാണ് എടുക്കുക. ഈ നാഗവല്ലിന്റെ സാധനമൊക്കെ ചെയ്തോണ്ടി ഒരിക്കലും റിയൽ ഗോൾഡ് ആണ്, റിയൽ ഗോൾഡ് ഇട്ടിട്ടാണ് കളിക്കുന്നത്. അവരുടെ തന്നെ ഗോൾഡ് ആയിരുന്നത്. അപ്പൊ മറ്റേ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഒക്കെ ചെയ്തതൊക്കെ പാർക്കിന്റെ ചെയ്തത് അത് അവിടെ പോയിട്ട് 6 അടിയതാണ്. ആവേശത്ത് കാട്ടിയ പോലെ രണ്ടാളും കൂടെ 6 അടി. നമുക്ക് എന്തായാലും 6 അടിയ വീഡിയോ ഒന്ന് കാണാം. പുറന്ന് ഞാൻ പൊളിച്ചു. ഞാൻ പെരീത്തൊരു ആവശ്യത്തിന് കിട്ടൂല. എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനെ കണ്ടോ? കാണൂല. ഓ, അങ്ങനത്തെ സാധനമാണ് കുഞ്ഞാപ്പോ. അന്ന ഞാൻ എന്തിനു പറഞ്ഞ റേഷൻ പിടി കാരണോ പാർക്കിൽ കളിച്ചേ. ഇങ്ങോട്ട് പാകും നടക്കാണ്ട്. അല്ല വാപ്പയാണ് ചെയ്ന. എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല. ചെറുക്കൻ പാർക്കൊക്കെ വന്നിട്ട് ഓനെ കാണാല്ല, ഓനെ തരിയാണെന്ന്. ഇജ്ജ് പോകാൻ പറ്റാ? ഈ കൂരിപ്പ് ഇത് എവിടെ പോയി കിടക്കുക? ഒരുപാട് സാധനത്തിന് കയറാണ്ട് പടേ ഇതൊക്കെ കാണാതെ പോവാ. ഏത് നേരം ഒടുക്കത്തെ റേഷൻ കാർഡ് പണ്ടാറാൻ ഞാൻ പൊളിച്ചേക്കാലോ പറയണ്ടാണ് കേട്ടോ. അയച്ചു പറ്റൂല. കൊമ്പങ്ങാട് കോയ എന്നെ ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ്. കുട്ടികളെയും കൂട്ടി കുടിയിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളി. അടിച്ച് പൊളിച്ച് കുളിച്ച് രസിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി. അപ്പൊ നമ്മളെ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ ഫാന്റസി അതിന്റെ പരസ്യം. പക്ഷെ ഇതിലാ ക്ലൈമാക്സിൽ ഇത് എൻഡ് ആവുമ്പോ മറ്റേ വെള്ളം വീഴുന്നതും അതിന്റെ ഉള്ളിൽ കയറി അത് പാർക്ക് ഓൾറെഡി
അടച്ചു. അത് 6 മണിക്ക് ക്ലോസ് ആണ്. ക്ലോസ്. അപ്പൊ 6 മണിക്ക് ആള് പോയതിനു ശേഷമാണ് ഞങ്ങൾ അത് ലാസ്റ്റത്തെ ഷൂട്ട് ചെയ്തത്. ഓക്കെ. പക്ഷെ ആ സീനൊക്കെ കാണുമ്പോ ഈ മലയാള സിനിമയിലൊക്കെ വെട്ടത്തിലേക്ക് ക്ലൈമാക്സ് ഒക്കെ ഇല്ലേ, ഫുൾ ഇങ്ങനെ കളർഫുള്ളും കോമഡിയും. അത് അവിടുന്ന് എനിക്കത് മറ്റേ വെള്ളത്തിൽ ഞങ്ങൾ അവിടുന്ന് പ്ലാൻ ചെയ്താണ്. അടിക്കുമ്പോ മിസ്സാവുക, ഞാൻ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്റെ ഫേസ് കാണിക്കാൻ പറ്റൂല. കാരണം ഞാൻ വെള്ളത്തിൽ വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് നേരെ പോയി, പിന്നെ ഈ കോലാവും. അപ്പൊ ഞാൻ ബാക്കിൽ നിന്നാണ് ആ ഷോട്ട് ഫുള്ള് എടുക്കണത്. ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളൂ. പക്ഷെ ബാക്കിൽ നിന്ന് ഷോട്ട് എടുത്തിട്ട് എന്റെ ബാക്ക് സൈഡേ കാണിക്കുള്ളൂ. ഫ്രണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിരപ്പ് പോയല്ലോ. കൊമ്പങ്ങാട് പോയി പിന്നെ. അപ്പൊ പിന്നെ ബാക്കിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അങ്ങനെ കേറുക, പിന്നെ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് അതിന് വേണ്ടിയിട്ട് ചെയ്താണ്. ഇപ്പൊ നിങ്ങൾ ഈ പ്രൊമോഷനൊക്കെ കണ്ടിട്ട് ഇപ്പം പിന്നീട് പുതിയ പ്രൊമോഷൻ ഇങ്ങനെ ക്ലൈന്റ് ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയോ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തായിരുന്നു? അതുപോലെ ഒന്നല്ല. ഒരു പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു പ്രൊമോഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കടയത്തെ ആള് വലിയ രസമുണ്ട്. ഇപ്പൊ കടയത്തെ ആൾക്കാർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ ഞങ്ങൾ കട ചെറുതായിട്ട് കാണിച്ചാൽ മതി, അടി ഉണ്ടായിക്കോട്ടെ എന്നൊരു ഇവനെ തല്ലുന്ന രംഗം ഉണ്ടായിക്കോട്ടെ. അത് മസ്റ്റാണ്. അത് മസ്റ്റാണ്. ഈ ആ ഒരു ടപ്പേന്നുള്ള ആ ഒരു സൗണ്ട് ആണ് മെയിൻ ഹൈലൈറ്റ്. പക്ഷെ അതിപ്പോ കൊറേ ട്രെൻഡിങ് ആയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇത് പണ്ട് ടോം ആൻഡ് ജെറിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾ അതുപോലെ കാണുന്ന ആൾക്കാര് ടോം ആൻഡ് ജെറി വരെ ചെറിയ കുട്ടികൾ വരെ ഫാൻസാ. ഇത്ര പോകുന്ന ആൾക്കാരൊക്കെ കൊമ്പങ്കാട് കോയെന്ന് വിളിച്ചു ഉറക്കനെ. ആണോ? കുഞ്ഞാവു. ഇപ്പൊ ഈ ഒരു ലുക്കിൽ പുറത്തിറങ്ങുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് ഈ വേഷത്തിൽ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്ത് ഫേമസ് ആയതിനു ശേഷമാണല്ലോ ഇപ്പൊ ഇത് തുടങ്ങിയത്. അതുകൊണ്ട് അറിയുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അറിയാൻ കഴിയില്ല. ഞാൻ ഇതുവരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാം. ഇപ്പൊ പ്രോഗ്രാംസിനൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർ പറയും ഇങ്ങനെ വരണം, അല്ലെങ്കിൽ കൊമ്പങ്കാട് കോയായിട്ട് വരണം. അങ്ങനെയൊന്നുമില്ല. ഓരോ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. ഒരു നമ്മക്ക് വിട്ടു നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങള് ഇഷ്ടം പോലെ ചെയ്തോളി. അത് നമ്മള് ഇത് ഒരു 20 സെക്കൻഡ് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. ഇപ്പൊ ഈ ഇൻസ്റ്റ അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്? യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പൊ എല്ലാം പിന്നെ പ്രൊമോഷൻസ് എല്ലാം കൂടി മാസം ഒരു അത്യാവശ്യം നല്ലൊരു തുക വരുന്നുണ്ടാവും അല്ലേ? അല്ല, അത് നമ്മള് കൂടുതൽ പരസ്യം ചെയ്യണോണ്ട് അങ്ങനെ കൂടുതൽ പൈസ നമുക്ക് ഒരു കടക്കാരുടെ വാങ്ങാൻ കഴിയില്ലോ. ഇല്ല, കുറച്ച് പൈസ വാങ്ങുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോമഡിയാണ് അതിൽ കൂടുതൽ. നമ്മൾ കോമഡി വീഡിയോസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. കോമഡി വീഡിയോസിന്റെ ഇടയിൽ കൂടെ ഹാഡ് കയറ്റല്ലേ. അപ്പൊ ഹാഡ് ചെയ്യണ ഓർക്ക് ആകെ ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡേ കൊടുക്കുള്ളൂ. അപ്പൊ അതിനുള്ള പൈസ വാങ്ങുള്ളൂ. യൂട്യൂബിന്റെ വരുമാനമൊക്കെയോ? യൂട്യൂബിന്റെ വരുമാനം യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇപ്പൊ ഇടുന്നില്ല. അപ്പൊ ഇതിന്റെ ഈ ടൈം ആയതുകൊണ്ട് അപ്പൊ അത് കമ്മിയാണ്. ഓക്കെ. ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ലൈഫില് വേറെ ചെയ്യുന്നത്? അടിപൊളി. ഇതിന് മേലെ നമുക്ക് ഇതൊന്നും ഒരാൾക്ക് ഒരു കുറെ പൈസ ഉള്ള ഒരാൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യമാണ് നമുക്ക് മൂപ്പര് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മള് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ സംഭവം തന്നിട്ടില്ലേ. നമ്മളൊരാൾ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഒരാൾ വരിക, നമ്മൾ ഒരാളെ ഇടയ്ക്ക് പോവാ, കൂട്ടത്തിൽ പോവാ, നമ്മളെ സെൽഫി എടുക്കാൻ വരിക. ഇവനൊക്കെ എന്നോട് ഫസ്റ്റ് വന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് ഫോട്ടോ എടുക്കും. അന്ന് ഇവനെ തിരിച്ചറിയില്ല. അപ്പൊ എന്നോട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ലാല ഇതേമാതിരി എനിക്കുമാണ് ഒരു ഫോട്ടോ എടുക്കുക, ഇനിയുമാണ് ആൾക്കാർ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 വീഡിയോ നിന്നാൽ മതി. ഇന്നിലേറെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ 2 വീഡിയോ നിന്നാൽ മതി, അന്ന ആൾക്കാർ എന്തായാലും തിരിച്ചറിയും. ഇപ്പൊ ഇന്നലെ വരെ എന്നോട് പറയാണ് ഇങ്ങനെ മറ്റേ മീഡിയന്റെ ആൾക്കാർ ഇതിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് അറിയാം കഴിച്ചില്ലായില്ലേ, അപ്പൊ ഞമ്മള് റേഞ്ച് വിട്ടോ, അന്നൊക്കെ അങ്ങനെ പറയാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവരെ തല്ലുണ്ടെന്നുള്ളൂ സംഭവം നമ്മളെ കാരണം. ഞാൻ തല്ലും, വേറെ ആരും വേറെ തല്ലാൻ അയക്കൂല. ഞാൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടോ നല്ല സപ്പോർട്ടാണ്. നാട്ടിലും വീട്ടുകാരും കുടുംബക്കായിട്ട് സുഹൃത്തുക്കളൊക്കെ ഭയങ്കര സപ്പോർട്ട്. ഫാമിലിക്ക് ഫുൾ സപ്പോർട്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇറങ്ങിയാൽ അടിപൊളി സപ്പോർട്ട്, ശരിക്കും നല്ല സപ്പോർട്ട്. അത് ശൈലിയാണ്. അത് കൂട്ടുകാര്, വീട്ടുകാര്, നാട്ടുകാര്, എല്ലാരും സുഹൃത്തുക്കളൊക്കെ നല്ല സപ്പോർട്ട്. പിന്നെ എന്താ കല്യാണം, കുട്ടി, കുടുംബം അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് വൈഫ്, 2 കുട്ടികള്, ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്. മാരീഡാണ്? പെങ്ങന്മാരുണ്ട്. മാരീഡാണ്. ഇവിടെ മാരീഡാണ്. ഇതൊക്കെ പറഞ്ഞു മാരീഡാണോ? നിന്റെ പെണ്ണുങ്ങൾ നിന്നെ പുറത്താക്കുന്ന തോന്നുന്നു. എനിക്ക് 2 കുട്ടികള്, വൈഫ്.
കുടുംബത്തിൽ കയറാൻ പറ്റൂലേ? അല്ല, അതായത് മാരീഡ് ആണെന്ന് ഞാൻ പറഞ്ഞതാ. അങ്ങനെ പറയാം, അതും ഓക്കെ. മാരീഡ് ആണോന്നല്ല, മാരീഡ് ആണെന്നാ പറഞ്ഞത്. അതല്ലേ എന്തൊക്കെയുണ്ട്? 2 കുട്ടികളുണ്ട്, വൈഫുണ്ട്, ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്, 3 പെങ്ങന്മാരുണ്ട്. മാരീഡ് ആണോ? അതിനുശേഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ അർത്ഥം? കടുപ്പായി. എന്നാ തന്നെ നമ്മളോട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരാ സൈനാന്ന് സൈന അങ്ങനെ കഥാപാത്രം ഉണ്ടാക്കിയിട്ടതാ. കുൽസു എന്ന് പറഞ്ഞ കഥാപാത്രവും സൈന എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടാക്കി. അപ്പൊ കുൽസു എന്ന് പറഞ്ഞ കഥാപാത്രത്തേക്ക് ഞങ്ങൾ കൊടുത്തത് കൊളപ്പുള്ളി ലീല ചേച്ചില്ലേ, അതിനെ കൊടുത്തത്. അപ്പൊ ഇനി സൈന എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തേക്ക് അതിലേറെ റീച്ചുള്ള ഒരാളെ കൊണ്ടുവരും. നോക്കട്ടെ. ആ സൈനയാണ് ഇടക്കിടക്ക് ഇപ്പൊ ലാസ്റ്റ് അവിടെ പോയപ്പോഴേക്ക് ഇങ്ങനെ ഇതൊക്കെ ഓരോ ക്യാരക്ടർ വെച്ചിട്ട് ഓരോ ഇതല്ലേ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാ. വൈഫ് ചോദിക്കും ആരീ സൈന. പിന്നെ എന്റെ വീട്ടില് ഉപ്പ, ഉമ്മ, അനിയത്തി, അനിയൻ, ഞാൻ. മാരീഡ് അല്ല. ഓക്കെ, കുറച്ചും കൂടെ തല്ലി കിട്ടാണ്ട് അതിന് ശേഷം എന്താ ഇങ്ങനെ അപ്പൊ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താ? സിനിമയിലൊക്കെ ഒന്ന് സെറ്റ് ആയി? തീർച്ചയായിട്ടും ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്, സിനിമയിലെത്തുക. ഒരു നല്ലൊരു സിനിമയിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ മതി, ബിഗ് സ്ക്രീനിലൊന്ന് ഒരു വട്ടം. അയ്യോ, അതിന് എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതിന്റെ ഈ ഫീൽഡിൽ ടിക്ടോക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇതിലൊക്കെ പിന്നിൽ നടക്കുന്നവർക്ക് അതിന്റെ എൻഡ് സിനിമ അതാവും. അതുപോലെ ഒരു മോഹം ഞങ്ങൾക്കുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു കോയക്കയുടെ ക്യാരക്ടറും കുഞ്ഞാപ്പൂടെ ക്യാരക്ടറും ഒക്കെ ഓൾ കേരള മൊത്തം ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പൊ നാളെ നിങ്ങളിപ്പോ ഒരു സിനിമ കാണുമ്പോ അല്ലെങ്കിൽ ആ സിനിമയിൽ നിങ്ങളുടെ പോലത്തെ ക്യാരക്ടേഴ്സിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? സന്തോഷം തോന്നും തീർച്ചയായിട്ടും. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അത് അത്ര ഫേമസ് ആയി എന്നുള്ളത് മനസ്സിലാവും നമുക്ക്, അത്രേ. കോപ്പിറൈറ്റ് കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ക്രിയേഷൻ ആണ്? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ജനങ്ങൾ മില്യൺ കണക്കിന് ഓടുന്ന വീഡിയോസിന് എന്തായാലും ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ആള് ഞങ്ങള് പടം കാണാനും പോവാ, അവർക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളെ വീഡിയോസിന് വേറെ ആളെടുത്ത് ചെയ്ത അതിൽ തന്നെ വേറെ കമന്റ് വരുന്നുണ്ട്. അങ്ങനെ വരും. ഇപ്പൊ കൊറേ സംസാരിച്ചപ്പോ പറഞ്ഞു മിമിക്രി ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? നമുക്ക് ആ മിമിക്രി ഒന്ന് കണ്ടാലോ? എന്തെങ്കിലും പപ്പു ചേട്ടൻ സൗണ്ട് എടുത്തോട്ടെ. 2-3 പേര് ചെയ്തോ? നമ്മളെ മണിച്ചിത്രത്താഴിലെ ചേട്ടൻ്റെ ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിന് എന്തേലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എന്റെ ഈ തകിട് അത്ര മോശമൊന്നുമല്ല. സൂപ്പർ. ഇനി മൊട്ടരാജേന്ദ്രൻ അല്ല, അതുകൊണ്ട് മറ്റേ നെഞ്ചിയമ്മ, അയ്യപ്പനും അമ്മക്ക് പൃഥ്വിരാജ് ആരാന്നറിയോ? ഇല്ല മോനെ. ബിജു മേനോൻ ആരാന്നറിയോ? ഇല്ല, എനിക്ക് അറിയില്ല. അമ്മ ഏത് പടത്തിലാ പാടിയതെന്നറിയോ? എൻ്റെ ആണോ? ഇല്ല മോനെ, எங்களுக்கு பாட்டுன்னு ரொம்ப பிடிக்கும். நான் காலையில் எந்திரிச்சு அதெல்லாம் பாடும். நான் அது பாடித்தராவே. கலங்காத்தா சந்தன மேரவது போகா புத்துருக்கோ பூ பறிக்கா போகிலா முதின நாத்து மக்கில போ தானானே தானி நானே தானானே தானினே தானானே தானி நானே தாനാനേ താനിനേ. സൂപ്പർ. ഓർമ്മ കൂടെ നമ്മുടെ MAT മൂസ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, സുരഭി ചേച്ചി. മീൻകാരൻ മൂസ എന്നെ കിട്ടിയത് എന്റെ സമ്മതം ഉണ്ടായിട്ടാ. ഇന്നക്ക് ദുർഗാഷ്ടമി അന്നെ ഞമ്മള് കൊന്ന് അന്റെ രക്തത്തെ ഞമ്മള് കുടിച്ച് ഓങ്കാല നടന് മാടും. അവന്റെ മൂസക്കായേ മാണ്ടാ മാണ്ടാന്നൊന്നും പറയല്ലേ, ചെടിച്ച കുത്തിരിക്കൊണ്ട്. ആ നീട്ടിലൊക്കെ കറക്റ്റ്. സൂപ്പർ കേട്ടോ. നിങ്ങള് ഫുൾ ഒരു പവർ പാക്കേജ് ആണ്. ഏതെടുത്താലും ഇവരുടെ ഉണ്ട്. പാട്ടിന് പാട്ട്, മിമിക്രി സ്കിറ്റ്, പിന്നെന്താ പ്രൊമോഷൻ, ഡാൻസ്. പാട്ട് പാടോ? പാട്ട് എങ്ങനെ പാടാന്നോ? അത് കരക്കെട്ടിട്ടാണ് പാടാറ്. അല്ലാണ്ട് രണ്ടുപേര്. മൂപ്പരോട് കോയാക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു പാട്ട് വരും. അതോ വൈഫിനെ കുറിച്ച് പാടാം. സെലിം കൊടിയത്തിന്റെ പാട്ട് പാടിയാൽ മതി. നുസ്രത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സത്യം. കാരണം അത് ഓന്റെ ആ പാട്ടില് ഞാൻ ആ പാട്ട് പാടാൻ പറഞ്ഞു, അത് ആ പാട്ടില് അതേപോലെ തന്നെ പാവാണ്. ഞാൻ കിട്ടിയോണ്ടാണോ? അതെ. ഓക്കെ സെറ്റ്.
ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ. 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. പവിഴപ്പൂമിഴിയുള്ളോളവൾ പാവം പെണ്ണാണേ. അത് പാവം, അതാണ് അതൊരു പാവാണെന്ന്. അത് പാവം തന്നെയാണ്. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അല്ലല്ലേ, അറേഞ്ച്ഡ് ആയിരുന്നു. പക്ഷെ പാട്ടും മിമിക്രിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും. അപ്പോ വൈഫിന് ഈ പാട്ട് കേട്ട് സന്തോഷമായിരിക്കും വിചാരിക്കുന്നു നുസ്രത്തല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങൾ വീഡിയോസ് എടുക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ പറഞ്ഞിട്ടും പിന്നെ സെയിം തെറ്റിച്ച് ലാസ്റ്റ് ഇങ്ങനെ ദേഷ്യമൊക്കെ വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? ഞാനും ഇവനും ചെയ്യുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഇതായിട്ട് പറയല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുക ആയതുകൊണ്ട് വേറെ ആൾ പറഞ്ഞു തരില്ലല്ലോ. അപ്പൊ ഞമ്മക്ക് തന്നെ അത് അറിയാൻ കഴിയും എന്താ ചെയ്യേണ്ടത്. ക്യാമറമാന് ചിലപ്പോ ആ നേരത്ത് ഷോട്ട് പുറത്തു പോയി കട്ടായി, അപ്പൊ അങ്ങനെ റീടേക്ക് ചെയ്യാന്നല്ലാതെ കൂടുതൽ പിന്നെ നമ്മള് ഇതില്ലല്ലോ, നമ്മള് സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തുണ്ട് നമ്മളെ കയ്യിൽ നിന്ന് എന്തൊക്കെ വരുന്നു അത് എടുത്തിട്ടാണ് ഈ വൈറൽ ആവുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങള് പ്രൊമോഷൻ പോകുമ്പോ സ്കിറ്റേ അല്ല, ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാ ഓരോന്നും. പ്രകൃതി കാണുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ എന്താണ് നമുക്ക് സിറ്റുവേഷന് പറ്റിയത് അത് ഉണ്ടാക്കാണ്. അല്ലാതെ നമ്മൾ ഇവിടുത്തെ പ്ലാൻ ചെയ്ത് റെഡി ആക്കിയിട്ട് അങ്ങനെയൊന്നും പോലില്ല. അങ്ങനെയൊക്കെ അപൂർവം ചില സ്കിറ്റിന് മാത്രം, അതായത് ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ, ഓർക്കൊക്കെ പക്ക സാധനം വേണ്ടി വരും. അപ്പൊ അതിന് സാഡൊക്കെ ആണെങ്കിൽ അതിന് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടാ പോവാ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടാക്കി. ഇപ്പൊ നമ്മൾ കാണിച്ചെന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ചെന്നിട്ടുണ്ടാക്കിയതാ. 5 മണിക്ക് ഞങ്ങൾ എത്തിയിട്ട് 6 മണിക്ക് ക്ലോസ്. ഒരു മണിക്കൂർ കൊണ്ട് വീഡിയോ ചെയ്താണ്. ഓ, അത് ഭയങ്കര സംഭവട്ടോ. ഞാൻ ശരിക്കും വിചാരിച്ചു ഇത് എത്ര ടേക്ക് ഒക്കെ പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഷോട്ട് കഴിഞ്ഞ് നടന്നിങ്ങനെ പോകുമ്പോഴാണ് മറ്റേ സാധനം കണ്ടത്. അപ്പൊ ഞാൻ വേഗം പിടിച്ചു ഒരു സാധനം ഇവിടെ ഓണാക്കാറിന് ഇപ്പച്ചേ പപ്പ അത്. പിന്നെ അതേപോലെ ഇരിക്കണത് ആ ഗുഹന്റെ പോലെ കണ്ടതാ. സൂപ്പർ സൂപ്പർ. ഇപ്പൊ സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നിങ്ങളെ സിനിമയിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് 3 ഓഡിഷന് പോയിട്ടുണ്ട്. 3 ഓഡിഷന് സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ആയിട്ട് പിന്നെ എനിക്ക് കോള് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ലക്ഷം രൂപ മുടക്കോ ഹീറോന്റെ ഒപ്പമുള്ള ഫ്രണ്ടിന്റെ ക്യാരക്ടർ തരാന്ന്. 400 ഉറുപ്പ്യം കൊണ്ടാ പോണത്. 4 ലക്ഷം പോയിട്ട് 400 ഉറുപ്പ്യ ഇല്ലാത്ത ഒരാളാണ്. നമുക്ക് സന്തോഷമാണ് ഒപ്പം നിക്കാനൊക്കെ, അഭിനയിക്കാനല്ലേ. പക്ഷെ ഈ പൈസന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ആ ഒരുമാതിരി ഇതായി. അത് നേരെ ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ കളി, അതിന്റെ വൈത്താര നടന്ന അന്നെ ആരും തിരിച്ചറിയാൻ പോകില്ല. ഇത് ഇന്റെ ഒപ്പം 2 വീഡിയോയിൽ നിൽക്ക്, നമുക്ക് സെറ്റ് ആവാം. അങ്ങനെ സെറ്റ് ആക്കി കണ്ടാണ് ആ പ്ലാറ്റ്ഫോം എനിക്ക് തന്നത് ഇയാളാണ്. ഇതിനോട് ഞാൻ ആ കൂറൊന്നും കളിക്കും മറക്കൂല. നന്ദിയാണ്, ഒരുപാട് നന്ദിയാണ്, സന്തോഷമായിട്ട് പറയുമ്പോ തന്നെ എനിക്ക് ആ ഒരു ഇതുണ്ട്. കാരണം അത്രയും ഞാൻ നടന്നിട്ടുണ്ട് പടത്തിന് വേണ്ടിട്ട്. ഇന്ത്യന്റെ ഒപ്പിമ്മ ആദ്യം പാസ്പോർട്ട് എടുത്തത്, ലൈസൻസ് ഒന്നല്ല, വേഗം ഗൾഫ് പോയിക്കോ പറഞ്ഞിട്ട്. ഞാൻ നിന്നില്ല. എനിക്ക് സ്റ്റേജ്, സിനിമ, സ്റ്റേജ്, ആൾക്കാര്, ജനങ്ങള്, സിനിമ, ഇതാണ് എന്റെ മൈൻഡ്. അങ്ങനെയാണ് ഇതിനൊരു ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത്. നന്ദി. അത് നന്ദിയല്ല, അത് ഓരോ കഴിവ് അതിനകത്തുണ്ട്. നമ്മൾ ഒരു ക്യാരക്ടർ ഇപ്പൊ ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഇവന് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയും. അത് ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണല്ലോ. അത് എന്ന് കാലത്ത് സിനിമയിൽ എത്തിയിട്ട് കാണുന്ന വെച്ചിട്ടാ. അപ്പൊ അതിന് മുന്നേ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നമ്മളടുത്ത് നല്ലൊരു പ്ലാറ്റ്ഫോം ജനങ്ങളൊക്കെ എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മളെ കയ്യില് മൂപ്പര് തന്നതുകൊണ്ട് എന്തുണ്ട് ഇവനെ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റി. അത്രേ ഉള്ളൂ. നല്ല കഴിവുള്ള ആളല്ലേ, പിന്നെന്താ. ശരിക്കും ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടാവും. നമ്മളതിൽ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാർ പുറത്തുണ്ടാവും. പക്ഷെ ഒരു തുറന്ന് വരാനൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്ത രീതിയിൽ നിൽക്കാവും. എന്തായാലും എല്ലാവരും എത്തട്ടെ, ആഗ്രഹിക്കുന്ന എല്ലാവരും ആ രീതിയിലേക്ക് എത്തട്ടെ.
അപ്പം ഒരുപാട് സന്തോഷം കോയക്കേനെയും കുഞ്ഞാപ്പൂനെയും പിന്നെ എന്താ ലാലുവിനെയും ഷിക്കുവിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിലും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നാളെ ഇനിയിപ്പോ ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ അതൊരു ബിഗ് സ്ക്രീനിലെ ഇന്റർവ്യൂ റിലേറ്റ് ചെയ്തിരിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് എല്ലാവിധ ഭാവുകങ്ങളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.